എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്റർ തുടങ്ങാനായിട്ട് പോവാണ്. പ്ലസ് ടു ബയോളജിയിലെ 6ാമത്തെ ചാപ്റ്റർ, സോളജി പറയുകയാണെങ്കിൽ 4ാമത്തെ ചാപ്റ്റർ ആണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിൽ മെൻഡലിന്റെ എക്സ്പെരിമെന്റുകളൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോൾ അവിടെ അദ്ദേഹം ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ എന്താണ് ഈ ഫാക്ടേഴ്സ് എന്ന് അദ്ദേഹത്തിന് പറയാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിന്റെ സ്ട്രക്ചർ ഒന്നും അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടാണ് ജീനൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോ ഒരു ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? DNA ആണ്. ഈ DNA-യിലാണ് ഈ പറഞ്ഞ ജീൻസ് ഒക്കെ കാണപ്പെടുന്നത്. ഇതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പിന്നീട് ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടത്തി കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ എല്ലാ ഓർഗാനിസങ്ങളുടെയും ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA അല്ല. ചിലതിലൊക്കെ RNA-യും കാണുന്നുണ്ട്. ഈ DNA-യും RNA-യും ന്യൂക്ലിക് ആസിഡ്സ് ആണ്. ലിവിങ് സിസ്റ്റത്തിൽ കാണപ്പെടുന്ന ന്യൂക്ലിക് ആസിഡ്സ് ആണ് ഈ RNA, DNA എന്നൊക്കെ പറയുന്നത്. DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അതെന്തുകൊണ്ടാണ് ആ പേര് വരുന്നതെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം കേട്ടോ. Then റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് RNA എന്ന് പറയുന്നത്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് DNA-യും റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നത് RNA-യും ആണ്. ഇവ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ DNA-യും RNA-യും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നു. കൂടുതൽ ഓർഗാനിസങ്ങളിലും DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എന്നാൽ ചില കേസുകളിലൊക്കെ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈറസുകളിലൊക്കെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? RNA ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV. അതുപോലെ തന്നെ കൊറോണ വൈറസ് ഇല്ലേ, ഈ കൊറോണ വൈറസിലൊക്കെ RNA ആണ് എന്ത്? ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ RNA ഒരു മെസ്സഞ്ചർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മെസ്സഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് ക്യാരി ചെയ്യുന്നവർ അല്ലെ, മെസ്സേജ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നവരാണ് ഈ RNAs. മോസ്റ്റ്ലി അവ അങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ RNA-ക്ക് പല റോളും ഉണ്ട്. പല ടൈപ്പ് RNAs നമുക്ക് കാണാനായിട്ട് സാധിക്കും. mRNA, tRNA എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ RNAs-ന് പല റോൾസും ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവ അഡാപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിന് സ്ട്രക്ചറൽ റോൾ ഉണ്ടാവാം. ചില കേസുകളിലൊക്കെ സ്ട്രക്ചറൽ റോൾ ആയിരിക്കും അത് വഹിക്കുന്നത്. ചില കേസുകളിൽ അതൊരു കാറ്റലിറ്റിക് മോളിക്യൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ RNA-ക്ക് പല റോളുകളും ഉണ്ട്. ഓക്കെ, നമുക്കിനി DNA-യെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലെ. ഇതൊരു പോളിമർ ആണ്. കുറെ മോണോമേഴ്സ് കൂടി ചേർന്നാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ മോണോമേഴ്സ് എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡുകളാണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് എന്ത് രൂപപ്പെടുന്നത്? ന്യൂക്ലിക് ആസിഡ്സ് രൂപപ്പെടുന്നത്. ഇപ്പൊ ഇവിടെ DNA ആയതുകൊണ്ട് തന്നെ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് എന്ത് രൂപപ്പെട്ടിരിക്കുന്നത്? ഈ DNA രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഷുഗർ ഉണ്ടാവും. പെന്റോസ് ഷുഗർ ആണ് കേട്ടോ. പെന്റോസ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാർബൺ വരുന്ന ഷുഗർ ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഒരു ഷുഗർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു നൈട്രജൻ ബേസും വരുന്നുണ്ട്. ഇത്രയും കൂടെ ചേർന്നാണ് എന്ത് രൂപപ്പെട്ടിരിക്കുന്നത്? ഒരു ന്യൂക്ലിയോടൈഡ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് ഷുഗർ ആണ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടെ വരുന്ന ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗർ ആണെങ്കിൽ അതാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് DNA ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ ഷുഗർ റൈബോസ് ഷുഗർ ആണെന്ന് വിചാരിക്കുക. അവിടെ എന്താ ഉണ്ടാവുന്നത്? RNA ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ഒരു DNA-യുടെ ലെങ്ത് എങ്ങനെ കണക്കാക്കുക എന്ന് അറിയുമോ? അതിൽ എത്ര ന്യൂക്ലിയോടൈഡുകൾ കാണുന്നുണ്ട് എന്നുള്ളത് വെച്ചാണ് നമ്മൾ ഒരു DNA-യുടെ ലെങ്ത് കണക്കാക്കുന്നത്. അങ്ങനെ പറയുന്നതിനേക്കാൾ നമ്മൾ കൂടുതൽ പറയാൻ സാധ്യതയുള്ളത് ബേസ് പെയറുകൾ വെച്ചാണ്. എത്ര ബേസ് പെയർ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ ഒരു നൈട്രജൻ ബേസിന്റെ കാര്യം പറഞ്ഞില്ലേ. സാധാരണഗതിയിൽ DNA ഡബിൾ സ്ട്രാൻഡഡ് ആയിരിക്കും അല്ലെ. 2 സ്ട്രാൻഡ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പൊ ഈ 2 സ്ട്രാൻഡിൽ നിന്നും ഇത്തരത്തിൽ നൈട്രജൻ ബേസ് പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഈ സ്ട്രാൻഡിൽ നിന്നും ഇത്തരത്തിൽ നൈട്രജൻ ബേസ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. ഈ 2 നൈട്രജൻ ബേസുകൾക്ക് ഇടയിൽ ഒരു ബോണ്ടിങ് വരുന്നുണ്ട്. അപ്പൊ 2 നൈട്രജൻ ബേസുകൾ വന്നില്ലേ, അതുകൊണ്ടാണ് ബേസ് പെയർ എന്ന് പറയുന്നത്. അപ്പൊ എത്ര
ബേസ് പെയർ ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് കണക്കാക്കാം? DNA-യുടെ ലെങ്ത് കണക്കാക്കാം. ഈ DNA-യുടെ ലെങ്ത് എന്ന് പറയുന്നത് ഓരോ ഓർഗാനിസത്തിന്റെയും ഡിഫറെന്റ് ആയിരിക്കും. അത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും അതിന്റെ DNA ലെങ്ത് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5x174 എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഫേജില് 5386 ന്യൂക്ലിയോടൈഡ്സ് ആണ് കാണപ്പെടുന്നത്. എന്നാൽ ബാക്ടീരിയ ഫേജ് ലാംഡയില് 48502 ബേസ് പെയർസ് കാണപ്പെടുന്നു. ഇനി എഷറീക്കിയ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയില്, ഈ കോളൈ എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു ബാക്ടീരിയയില് 4.6 × 10⁶ ബേസ് പെയർസ് കാണപ്പെടുന്നുണ്ട്. ഇനി നമ്മളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഹാപ്ലോയിഡ് കണ്ടന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിപ്ലോയിഡ് ആണല്ലോ, നമ്മളുടെ 2 സെറ്റ്സ് ഓഫ് ക്രോമസോംസ് കാണുന്നുണ്ടല്ലോ. എന്നാൽ ഹാപ്ലോയിഡ് കണ്ടീഷനിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ DNA-യുടെ നീളം എന്ന് പറയുന്നത് 3.3 × 10⁹ ബേസ് പെയർസ് ആണ്. നമ്മളിപ്പോ ബേസ് പെയർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണം എന്ന രീതിയിലോ ആണ് DNA-യുടെ ലെങ്ത് പറയുന്നത്. ഓരോ ഓർഗാനിസത്തിലും ഈ DNA-യുടെ ലെങ്ത് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. നമ്മളിനി സ്ട്രക്ചർ പഠിക്കാനായിട്ട് പോവാണ്. പോളിയോ ന്യൂക്ലിയോടൈഡ് ചെയിന്റെ സ്ട്രക്ചർ പഠിക്കുകയാണ് നമ്മൾ. പോളിയോ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ കുറെ ന്യൂക്ലിയോടൈഡുകൾ കൂടിച്ചേർന്നത് എന്ന അർത്ഥമാണ് അല്ലെ. അപ്പൊ നമുക്ക് സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മളിപ്പോ തൊട്ട് മുമ്പേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു ന്യൂക്ലിയോടൈഡില് 3 കമ്പണൻസ് ആണുള്ളത്. ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും, ഒരു പെന്റോസ് ഷുഗർ ഉണ്ടാവും, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ഷുഗർ എന്ന് പറയുന്നത് DNA-യിലും RNA-യിലും വ്യത്യാസമാണ്. അതാണ് അവയെ വ്യത്യസ്തമാക്കുന്നതും. RNA-യില് റൈബോസ് ഷുഗർ ആണ് കാണപ്പെടുന്നത്, DNA-യിലാണെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് കാണുന്നത്. അപ്പോ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരു ഷുഗർ ഉണ്ട്, പിന്നെ ഒരു നൈട്രജൻ ബേസ് വരുന്നുണ്ട്, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വരച്ചത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുക. റൈബോസ് ഷുഗറിലും ഡിയോക്സി റൈബോസ് ഷുഗറിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ. സെക്കൻഡ് കാർബണിൽ നോക്കൂ, ഇവിടെ ഹൈഡ്രജനാ വരുന്നത് അല്ലെ, എന്നാൽ ഇവിടെ എന്താണ്? OH ഗ്രൂപ്പ് ആണ് വരുന്നത്. ആ ഒരു വ്യത്യാസമാണ് ഈ റൈബോസ് ഷുഗറും ഡിയോക്സി റൈബോസ് ഷുഗറും തമ്മിലുള്ളത്. ഓക്കെ, അപ്പോ ഈ റൈബോസ് ഷുഗർ എവിടെ കാണുന്നത്? RNA-യിലാണ്. ഡിയോക്സി റൈബോസ് ഷുഗർ DNA-യിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുള്ളത്? ഒരു പെന്റോസ് ഷുഗർ കാണുന്നു, ഒരു നൈട്രജൻ ബേസ് കാണുന്നു, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കാണുന്നു. ഇതില് ഈ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് 2 തരത്തിൽ കാണപ്പെടുന്നുണ്ട്, പ്യൂരിൻസും പിരിമിഡിൻസും. ഈ പ്യൂരിൻസിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്. ഏതൊക്കെയാണ്? അഡിനിനും ഗ്വാനിനും. പ്യൂരിൻസ് തന്നെ 2 എണ്ണം ഉണ്ട്, അഡിനിനും ഗ്വാനിനും. പിരിമിഡിൻസ് 3 എണ്ണം ഉണ്ട്, സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമീൻ. ഇതില് RNA-യിലും DNA-യിലും കാണപ്പെടുന്ന നൈട്രജൻ ബേസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. RNA-യില് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ ഇത്രയാണ് കാണുക. DNA-യിലാണെങ്കിൽ അഡിനിൻ വരുന്നുണ്ട്, ഗ്വാനിൻ വരുന്നു, സൈറ്റോസിൻ വരുന്നു, പിന്നെ തൈമിൻ ആണ് വരുന്നത്. അപ്പൊ DNA-യില് തൈമിന് പകരം RNA-യിൽ എന്താ കാണുന്നത്? യുറാസിലാണ് കാണുന്നത്. ഇതില് സൈറ്റോസിൻ എന്ന് പറയുന്നതും യുറാസിൽ എന്ന് പറയുന്നതും തൈമിൻ എന്ന് പറയുന്നതും പിരിമിഡിൻസ് ആണ്. അഡിനിനും ഗ്വാനിനും എന്താണ്? പ്യൂരിൻസ് ആണ്. ഈ പ്യൂരിൻസ്, പിരിമിഡിൻസ് അങ്ങനെ വ്യത്യസ്തത വരാൻ കാരണം അതിന്റെ സ്ട്രക്ചറിലുള്ള വ്യത്യാസമാണ്. സ്ട്രക്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന് രണ്ടിനും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ്, അതായത് ഈ പ്യൂരിൻസിനൊക്കെ ഏകദേശം ഒരേ സ്ട്രക്ചറും പിരമിഡിൻസിനൊക്കെ ഏകദേശം ഒരേ സ്ട്രക്ചറുമാണ്. ആ സ്ട്രക്ചറിന്റെ വ്യത്യാസത്തിലാണ് ഇവ പ്യൂരിൻസും പിരമിഡിൻസും ഒക്കെ ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോ നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. സൈറ്റോസിൻ എന്ന് പറയുന്നത് DNA-യിലും RNA-യിലും കാണുന്നു, പക്ഷെ തൈമിൻ എവിടെ മാത്രമേ കാണുന്നുള്ളൂ? DNA-യിൽ മാത്രമേ കാണുന്നുള്ളൂ. തൈമിന് പകരം RNA-യിൽ ആരാ കാണുന്നത്? യുറാസിലാണ് കാണുന്നത്. നിങ്ങളത് ഓർത്ത് വെക്കണം കേട്ടോ. യുറാസിലാണ് RNA-യിൽ കാണുന്നത്, തൈമിനാണ് DNA-യിൽ കാണുന്നത്. ബാക്കിയെല്ലാം രണ്ടിലും സെയിം തന്നെയാണ്. പിന്നെ ഷുഗറിന്റെ കാര്യത്തിലുള്ള വ്യത്യാസം, RNA-യില് റൈബോസ് ഷുഗറും
DNA-യില് ഡിയോക്സി റൈബോസ് ഷുഗറും ആണ് കാണപ്പെടുന്നത്. ഈ നൈട്രജൻ ബേസുകള് ഷുഗറുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, ഷുഗറിന്റെ ഒന്നാമത്തെ കാർബണിലെ OH ഗ്രൂപ്പുമായിട്ടാണ് നൈട്രജൻ ബേസ് വന്ന് ലിങ്ക് ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ കാർബൺ, ഇത് രണ്ടാമത്തെ കാർബൺ, ഇത് മൂന്നാമത്തെ കാർബൺ, ഇത് നാലാമത്തെ കാർബൺ. ആകെ 5 കാർബൺ അല്ലേ ഉണ്ടാവുക. ഇവിടെ ഓക്സിജൻ ആണ് വരിക കേട്ടോ, ഇവിടെ കാർബൺ അല്ല ഉള്ളത്, ഓക്സിജൻ ആണ് ഉള്ളത്. ഈ ഭാഗത്ത് CH2OH ഉണ്ട്. ഓക്കെ, CH2OH ഉണ്ട്. ഈ CH2OH കാർബൺ ആണ് 5ാമത്തെ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 5ാമത്തെ കാർബൺ. അപ്പൊ അങ്ങനെ ടോട്ടൽ 5 കാർബൺ ഉണ്ട്. അതിലെ ഒന്നാമത്തെ കാർബണിലാണ് ആര് വന്ന് ലിങ്ക് ചെയ്യുന്നത്? നൈട്രജൻ ബേസ് വന്ന് ലിങ്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ കാർബണിലെ OH ഗ്രൂപ്പുമായിട്ട് നൈട്രജൻ ബേസ് വന്ന് എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഉണ്ടാവുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ്. N ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പോ ഒരു ഷുഗർ മോളിക്യൂളും ഒരു നൈട്രജൻ ബേസും തമ്മിലാണ് ചേർന്ന് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ഷുഗറും ഒരു നൈട്രജൻ ബേസും തമ്മിൽ ചേരുമ്പോൾ നമ്മൾ അതിനെ ന്യൂക്ലിയോസൈഡ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ന്യൂക്ലിയോസൈഡ്. അപ്പൊ ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും, ഒരു ഷുഗർ ഉണ്ടാവും, പെന്റോസ് ഷുഗർ ഉണ്ടാവും. ഇനി ന്യൂക്ലിയോടൈഡ് ആവണമെങ്കിൽ അവിടെ എന്ത് കൂടെ വരണം? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടെ വരണം. ഇപ്പൊ ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെന്താണ്? ന്യൂക്ലിയോസൈഡ് ആണ്, ന്യൂക്ലിയോസൈഡ് ആണ്. അപ്പൊ ഈ ന്യൂക്ലിയോസൈഡുകളെ നമ്മൾ അഡിനോസിൻ, ഡിയോക്സി അഡിനോസിൻ, ഗ്വാനോസിൻ, ഡിയോക്സി ഗാനോസിൻ എന്നൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുക. അഡിനോസിൻ എന്ന് പറയുമ്പോൾ നൈട്രജൻ ബേസിന്റെ സ്ഥാനത്ത് ആരാ വരുന്നുണ്ടാവുക? അഡിനിൻ ആണ് അല്ലെ, അഡിനിൻ ആണ് വരുന്നത് എങ്കിൽ അഡിനോസിൻ അല്ലെങ്കിൽ ഡിയോക്സി അഡിനോസിൻ ആവുന്നു. ഡിയോക്സി അഡിനോസിൻ എന്ന് പറയുമ്പോൾ ഷുഗർ എന്തായിരിക്കണം? ഡിയോക്സി റൈബോസ് ഷുഗർ ആയിരിക്കണം. ജസ്റ്റ് വെറും റൈബോസ് ഷുഗർ ആണെങ്കിൽ അത് അഡിനോസിൻ ആണ്. ഓക്കെ, ഇനി ഗ്വാനോസിൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ടാവും? അഡിനിന്റെ സ്ഥാനത്ത് ഗ്വാനിൻ വരുന്നുണ്ടാവും അല്ലെ. അഡിനിന്റെ സ്ഥാനത്ത് ഗ്വാനിൻ വന്നു കഴിഞ്ഞാൽ അത് ഗ്വാനോസിൻ ആയി. ഇനി സൈറ്റിഡിൻ വന്നു കഴിഞ്ഞാൽ സൈറ്റോസിൻ വന്നു കഴിഞ്ഞാൽ സൈറ്റിഡിൻ ആയി. യുറാസിൽ വന്നു കഴിഞ്ഞാൽ യൂറിഡിൻ ആയി. അപ്പോ അങ്ങനെ ഈ വരുന്ന നൈട്രജൻ ബേസിനനുസരിച്ച് ന്യൂക്ലിയോസൈഡിന്റെ പേര് മാറുന്നുണ്ട്. ഇവിടെ യൂറിഡിൻ എന്ന ന്യൂക്ലിയോസൈഡിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. യൂറിഡിൻ എന്ന് വരണമെങ്കിൽ അവിടെ ഏത് നൈട്രജൻ ബേസ് ആയിരിക്കും? യുറാസിലായിരിക്കും അല്ലെ, യുറാസിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഷുഗർ നോക്കൂ, റൈബോസ് ഷുഗർ ആണ് അല്ലെ, റൈബോസ് ഷുഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം രണ്ടാമത്തെ കാർബണിൽ OH ഗ്രൂപ്പാണ് കാണപ്പെടുന്നത്. അപ്പൊ ഫസ്റ്റ് കാർബണിലെ OH ഗ്രൂപ്പുമായിട്ടാണ് ആര് ലിങ്ക് ചെയ്യുന്നത്? ഈ നൈട്രജൻ ബേസ് വന്ന് ലിങ്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഈ ഷുഗർ എന്ന് പറയുന്നത് ഇവിടെ H ആണ് വരുന്നത് എങ്കിൽ അതെന്താണ്? ഇത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് അല്ലെ. ഡിയോക്സി റൈബോസ് ഷുഗർ ആകുമ്പോ ഇപ്പൊ നമുക്ക് ഇവിടെ അഡിനിൻ എന്ന് പറയാം. അപ്പൊ ഡിയോക്സി അഡിനോസിൻ എന്നുള്ള പേരാവും. അഡിനോസിൻ എന്നുള്ളതിന് പകരം ഡിയോക്സി അഡിനോസിൻ എന്നാവും ആ പേര്. കാരണം ഇവിടെ എന്താണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് വരുന്നത്. ആ വ്യത്യാസം നമുക്ക് ഈ ഒരു OH ഉം H നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു നൈട്രജൻ ബേസും ഷുഗർ മാത്രം വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ന്യൂക്ലിയോസൈഡ്സ് എന്നാണ് വിളിക്കുന്നത്. ന്യൂക്ലിയോസൈഡിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ഈ ന്യൂക്ലിയോസൈഡിന്റെ കൂട്ടത്തില് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടെ വരുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറുന്നത്. ഈ ഷുഗറിന്റെ ഫസ്റ്റ് കാർബണിലാണ് നൈട്രജൻ ബേസ് വന്ന് ലിങ്ക് ചെയ്യുന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതെ, ഈ കാർബണിൽ അല്ലെ, അതായത് ഫസ്റ്റ് കാർബണിൽ. അപ്പൊ ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഏതിലാ വന്ന് ലിങ്ക് ചെയ്യുന്നതെന്ന് അറിയുമോ? 5th കാർബണിലാണ്. ഈ CH2OH കാണുന്നില്ലേ, ഇവിടെയുള്ള OH ഗ്രൂപ്പുമായിട്ടാണ് ആര് വന്ന് ലിങ്ക് ചെയ്യുന്നത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് ലിങ്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആ ബോണ്ട് ഏതാണെന്ന് അറിയുമോ? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ്. എന്താണ്? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. അപ്പൊ പെന്റോസ് ഷുഗറിലെ 5ാമത്തെ കാർബണിലെ OH ഗ്രൂപ്പുമായിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് ലിങ്ക് ചെയ്യുന്നു. അവിടെ ഉണ്ടാവുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ്. അപ്പൊ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടെ വന്നു കഴിയുമ്പോൾ അവിടെ എന്തുണ്ടായി? ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ഉണ്ടായി. അപ്പൊ ഇവിടെ ഇപ്പോ എന്താ ഉണ്ടായിരിക്കുന്നത്? ന്യൂക്ലിയോടൈഡ് ആണ് അല്ലെ. കാരണം OH അല്ലേ ഇവിടെ രണ്ടാമത്തെ കാർബണിൽ, അതായത് ഇത് റൈബോസ് ഷുഗർ ആണ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോടൈഡ് ഉണ്ടായി. ഇവിടെ ഇനി
ഡിയോക്സി റൈബോസ് ഷുഗർ ആണെങ്കിൽ എന്തുണ്ടാവും? ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോടൈഡ് എങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതാണ് ഷുഗർ. ഇവിടെ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ H ആണ് വരുന്നത്. സോ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഡിയോക്സി റൈബോസ് ഷുഗറിന്റെ ഫസ്റ്റ് കാർബണിൽ, ഇനി റൈബോസ് ആണെങ്കിലും ഫസ്റ്റ് കാർബണിൽ തന്നെയാണ്. അപ്പൊ ഈ പെന്റോസ് ഷുഗറിന്റെ ഫസ്റ്റ് കാർബണിലെ OH ഗ്രൂപ്പുമായിട്ട് നൈട്രജൻ ബേസ് വന്ന് ലിങ്ക് ചെയ്യുന്നു. ഇവിടെ ഒരു നൈട്രജൻ ബേസ് തന്നിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ട്രക്ചർ ഒന്നും പഠിക്കാനില്ല, നൈട്രജൻ ബേസ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഫസ്റ്റ് കാർബണിൽ നൈട്രജൻ ബേസ് വന്ന് ലിങ്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫിഫ്ത് കാർബണിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും വന്ന് ലിങ്ക് ചെയ്യുന്നു. അപ്പൊ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുന്നത്. ഇപ്പോ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ല, വെറും നൈട്രജൻ ബേസും ഷുഗറും മാത്രമാണെങ്കിൽ അതെന്താണ്? ന്യൂക്ലിയോസൈഡ് ആണ്. അപ്പൊ ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടെ വരുമ്പോൾ അതെന്താണ്? ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറുന്നു. ഇങ്ങനെ കുറെ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ടായിരിക്കുന്നത്. RNA, DNA ഇവ രണ്ടും ഇത്തരത്തിൽ കുറെ ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള ഒരു പോളിമർ ആണ്. ഈ ന്യൂക്ലിയോടൈഡുകൾ എങ്ങനെയാണ് ചേർന്നിരിക്കുന്നത് നമുക്ക് അറിയണ്ടേ? ഇപ്പൊ DNA-യിലാണെങ്കിലും RNA-യിലാണെങ്കിലും ഈ ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ പരസ്പരം എങ്ങനെയാണ് ജോയിൻ ചെയ്ത് ഒരു പോളിമർ ആയി മാറുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം രണ്ടെണ്ണത്തിന്റെ കേസ് എടുക്കാം. ഇതൊരു ന്യൂക്ലിയോടൈഡ്, ഇത് അടുത്തൊരു ന്യൂക്ലിയോടൈഡ്. ഇവ രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാം, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. ഓക്കെ, അപ്പോ ഇത് ഷുഗർ ആണ് അല്ലെ, ഇതെന്താണ്? നൈട്രജൻ ബേസ് ആണ്, ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇത് ആദ്യത്തെ ന്യൂക്ലിയോടൈഡ്. ഇനി രണ്ടാമത്തേത് ഇതാണ്. ഇവിടെ ഇത് ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ ഈ ന്യൂക്ലിയോടൈഡിലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് തൊട്ട് മുമ്പേ ഉള്ള ന്യൂക്ലിയോടൈഡിലെ ഷുഗറുമായിട്ടൊരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ. മൂന്നാമത്തെ കാർബണുമായിട്ടാണ് ആ ഒരു ബോണ്ട് ഫോർമേഷൻ നടന്നിരിക്കുന്നത്. അപ്പൊ ഈ തരത്തിലാണ് തൊട്ടടുത്തുള്ള രണ്ട് ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നത്? ലിങ്ക് ചെയ്യുന്നത്. ഒരു ന്യൂക്ലിയോടൈഡിലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അതിന് തൊട്ട് മുമ്പേ കാണുന്ന ന്യൂക്ലിയോടൈഡിലെ പെന്റോസ് ഷുഗറിലെ മൂന്നാമത്തെ കാർബണുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ആ ബോണ്ട് എന്ന് പറയുന്നതും ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ്. ഇവിടെ ഉണ്ടാവുന്നത് എന്താണ്? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ്. അപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു ന്യൂക്ലിയോടൈഡിനകത്ത് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും തമ്മിൽ ഉണ്ടാവുന്നതും എന്താണ്? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ്. ഇവിടെ ഫോം ചെയ്യുന്നതും ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ്. അപ്പൊ നോക്കൂ, ഈ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഏത് ന്യൂക്ലിയോടൈഡിന്റെ ഭാഗമാണോ ആ ന്യൂക്ലിയോടൈഡിലെ ഷുഗറുമായിട്ട് ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ തൊട്ട് മുമ്പേ ഉള്ള ന്യൂക്ലിയോടൈഡിലെ ഷുഗറുമായിട്ടും ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പൊ ഇവിടെ രണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ടുകൾ ഫോം ചെയ്തു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് പറയാം. എന്ത് പറയാം? ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് പറയാം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 3-5- ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു എന്നാ പറയുന്നത്. മൂന്നാമത്തെ കാർബൺ ആയിട്ടും അഞ്ചാമത്തെ കാർബൺ ആയിട്ടും ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ടിൽ ഏർപ്പെടുന്നു. അപ്പൊ രണ്ടും കൂടെ വരുന്ന സമയത്ത് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണം കൂടി ചേരുമ്പോൾ അതിന് നമ്മൾ എന്ത് വിളിക്കാം? ഡൈ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കാം. ഇനി ഇത്തരത്തിൽ കുറെ എണ്ണം വരുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ആയിട്ട് മാറുന്നത്. അങ്ങനെയാണ് ഒരു ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഒരു ന്യൂക്ലിയോടൈഡിലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അതിന് തൊട്ട് മുമ്പേ ഉള്ള ന്യൂക്ലിയോടൈഡിലെ ഷുഗറിലെ മൂന്നാമത്തെ കാർബണുമായിട്ട് ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉണ്ടാക്കുന്നു. ആ രീതിയിലാണ് ഈ ന്യൂക്ലിയോടൈഡുകൾ പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നത്, ഒരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ആയിട്ട് മാറുന്നത്. കണ്ടോ, ഇവിടെ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈ ഷുഗറിലെ മൂന്നാമത്തെ കാർബണുമായിട്ട് ഒരു ലിങ്കേജ് ഉണ്ടാക്കി. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയോടൈഡിലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അതിന് തൊട്ട് മുമ്പേ കാണുന്ന ന്യൂക്ലിയോടൈഡിലെ ഷുഗറിലെ മൂന്നാമത്തെ കാർബണുമായിട്ടൊരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ ന്യൂക്ലിയോടൈഡുകൾ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാവുന്നത്. ഈ ഒരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ എടുത്ത് നോക്കുന്ന സമയത്ത് അതില് ആദ്യത്തെ ന്യൂക്ലിയോടൈഡിലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അല്ലെ. ഈ ഒരു എൻഡില് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഫിഫ്ത് കാർബണിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഫിഫ്ത് കാർബണുമായിട്ട്
ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ് ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എൻഡിനെ നമ്മൾ 5' എൻഡ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? 5' എൻഡ്. ആ 5' എൻഡ് എന്ന് പേര് വരാൻ കാരണം എന്താണ്? അവിടെ ഈ 5th കാർബണുമായിട്ട് ജോയിൻ ചെയ്ത് നിൽക്കുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. സോ ആ 5 എന്നുള്ളത് സൂചിപ്പിക്കാനാണ് അതിനെ നമ്മൾ 5' എൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 5' എൻഡിലെ ന്യൂക്ലിയോടൈഡിലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രീ ആയിരിക്കും. അത് വേറെ ആരുമായിട്ടും ബോണ്ട് ഒന്നും ഫോം ചെയ്തിട്ടുണ്ടാവില്ല. ഇനി നേരെ ഓപ്പോസിറ്റ് എൻഡിൽ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ തുടങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്, തുടങ്ങുന്ന ഭാഗത്ത് ന്യൂക്ലിയോടൈഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അവസാനിക്കുന്ന ഭാഗത്ത് ന്യൂക്ലിയോടൈഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, അവിടെ ഈ ഷുഗറിലെ മൂന്നാമത്തെ കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ തൊട്ട് ഇപ്പുറത്തെ ന്യൂക്ലിയോടൈഡ് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മൂന്നാമത്തെ കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നില്ല. സോ ഇവിടുത്തെ 3' എൻഡ് എന്ന് പറയുന്നത് ഫ്രീ ആണ് എന്ന് നമുക്ക് പറയാം. കാരണം ബാക്കി എല്ലാ ഷുഗറിലെയും 3' എൻഡില് ഓരോ ഫോസ്ഫേറ്റ് വന്ന് ലിങ്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്തില്ല? ആ ഫോസ്ഫേറ്റ് ഇല്ല. കാരണം ഇനി ഇവിടെ ഇങ്ങോട്ടേക്ക് എന്തില്ല? ന്യൂക്ലിയോടൈഡ്സ് ഇല്ല. സോ ഇവിടത്തെ മൂന്നാമത്തെ പൊസിഷനിൽ ആ OH ഗ്രൂപ്പ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എൻഡിനെ എന്ത് വിളിക്കുന്നു? 3' എൻഡ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനിന് ഒരു 5' എൻഡും ഉണ്ടാവും, 3' എൻഡും ഉണ്ടാവും. എങ്ങനെയാണ് 5' എൻഡും 3' എൻഡും ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനില് ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് അറിയുമോ? ഈ ഷുഗറും ഫോസ്ഫേറ്റും തമ്മിൽ ഉണ്ടാവുന്ന ലിങ്കേജ് ആണ്. ഈ ഷുഗറും ഫോസ്ഫേറ്റും തമ്മിൽ പരസ്പരം ഓരോന്നും തൊട്ടടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് കിടക്കല്ലേ. ഈ ഒരു ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറുന്നു? ഒരു ബാക്ക് ബോൺ ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ പോലെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിന്നും പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന തരത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? നൈട്രജൻ ബേസസ് കാണപ്പെടുന്നത്. അപ്പൊ ഇതൊരു ബാക്ക് ബോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടുന്ന് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്ന തരത്തിൽ എന്ത് വരുന്നു? നൈട്രജൻ ബേസസ് വരുന്നു. ഓക്കെ, ഇവിടെയുള്ള ലിങ്കേജുകൾ ഏതൊക്കെയാന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. ഫോസ്ഫേറ്റ് അതിന്റെ ന്യൂക്ലിയോടൈഡുമായിട്ടും അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ന്യൂക്ലിയോടൈഡുമായിട്ടും ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ 2 ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് വരുന്നത് കൊണ്ട് തന്നെ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടാണ് ഈ ഒരു ബാക്ക് ബോണിൽ ഉള്ളത്. ഇനി ഈ നൈട്രജൻ ബേസും ഈ ഷുഗറും തമ്മിൽ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് ഉള്ളത്. ഓക്കെ, ഇവിടെ RNA നിന്നുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത്. അതായത് DNA നിന്നും RNA എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞതാണ്. നമ്മൾ ഫീച്ചേഴ്സ് പറയുമ്പോൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഒരിക്കൽ കൂടെ പറയാം. അപ്പൊ ഇതാണ് പെന്റോസ് ഷുഗർ അല്ലെ. പെന്റോസ് ഷുഗറില് റൈബോസ് ഷുഗർ ആണെങ്കിൽ രണ്ടാമത്തെ കാർബണിൽ എന്താ കാണുന്നുണ്ടാവുക? OH ഗ്രൂപ്പ് ആയിരിക്കും കാണുന്നുണ്ടാവുക. അപ്പൊ RNAയില് റൈബോസ് ഷുഗർ ആണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പൊസിഷനിൽ എന്ത് കാണുന്നുണ്ടാവും? ഒരു OH ഗ്രൂപ്പ് കാണുന്നുണ്ടാവും. എന്നാൽ ഡിയോക്സി റൈബോസ് ആണെങ്കിൽ അവിടെ എന്തേ കാണുന്നുണ്ടാവുകയുള്ളൂ? H മാത്രമേ കാണുന്നുണ്ടാവുകയുള്ളൂ. നമുക്ക് അടുത്ത വ്യത്യാസം നോക്കാം. അതായത് RNAയും DNA തമ്മിലുള്ള അടുത്ത വ്യത്യാസം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പറഞ്ഞതാണ്. നൈട്രജൻ ബേസുകളിലെ തൈമിൻ എവിടെ കാണുന്നില്ല? RNAയിൽ കാണുന്നില്ല. പകരം അവിടെ എന്താ കാണുന്നത്? യുറാസിലാണ് കാണുന്നത്. തൈമിന് പകരം RNAയിൽ യുറാസിലാണ് കാണുന്നത്. ഈ യുറാസിലിനെ നമ്മൾ 5-മീഥൈൽ യുറാസിൽ എന്നും വിളിക്കാറുണ്ട്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക് തീർന്നിട്ടില്ല. ഇനി ഇതിന്റെ ബാക്കി കൂടെ വരുന്നുണ്ട്. DNA സ്ട്രക്ചർ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതെല്ലാം ഒരു ഇതിനകത്ത് തന്നെ കിടക്കുന്ന ഒരു പോർഷൻ ആണ്. പക്ഷെ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വീഡിയോ ആയി പോകും. നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് എന്ത് പഠിച്ചു? ഒരു ലോങ് ന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു. ഓക്കെ, ഇനി ബാക്കി നമുക്ക് DNA സ്ട്രക്ചർ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണിത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട്. അപ്പോൾ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്